റമളാനിലേക്ക് ഇതാ നാം വളരെയധികം അടുത്തിരിക്കുകയാണ്. റമളാനിന്റെ ആദ്യ രാത്രി മുതൽ തന്നെ ധാരാളം ഫദ്ലുകളും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നന്മകൾ നേടിയെടുക്കാനുള്ള വലിയ അവസരങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്മ ഉദ്ദേശിക്കുന്നവർ അതിൽ മുന്നിടാനും തിന്മ ചെയ്യുന്നവർ അത് അവസാനിപ്പിക്കാനും അതിന്റെ ആരംഭം ഉണ്ടാകേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബയും കൊണ്ടാണ്. അതെ, അഴുക്കുപുരണ്ട ഒരു വസ്ത്രം അത് കഴുകിയതിനു ശേഷമാണ് നാം അതിൽ സുഗന്ധം പൂശുക. അതേ, റമളാനിലെ നന്മകൾ സുഗന്ധമാണ്. ഓരോ തസ്ബീഹകളും ഓരോ നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും നാം നമ്മുടെ വസ്ത്രത്തിൽ പൂശുന്ന സുഗന്ധങ്ങളാണ്, നമ്മുടെ ഖൽബിന് അലങ്കാരമാണ്. അതിനെ യഥാർത്ഥ രൂപത്തിൽ വേണമെങ്കിൽ ആ ഖൽബിനെ അതിനു മുമ്പ് ശുദ്ധീകരിക്കണം. വസ്ത്രം കഴുകുന്നത് പോലെ നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാറും തൗബയും എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കം അല്ലാഹുവിലേക്ക് സിദ്ഖോടുകൂടി സത്യസന്ധമായി കൊണ്ടുള്ള തൗബ കൊണ്ട് തന്നെ ആവട്ടെ. എളുപ്പമാണ് തൗബ. അല്ലാഹുവിലേക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുക, ആ പാപങ്ങൾ അവസാനിപ്പിക്കുക, അതുപോലെ അതിൽ അതിയായ ഖേദമുണ്ടാവുക, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്ന ദൃഢമായ തീരുമാനമെടുക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള തൗബ.